നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസത്തിൻ്റെ ചില വഴികളെക്കുറിച്ചാണ് ഇന്നത്തെ ടോക്കിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുക. നമുക്കറിയാം, ആത്മവിശ്വാസം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും എന്നതാണ് ആത്മവിശ്വാസത്തിൻ്റെ ലളിതമായ നിർവചനം. ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ, തുടർച്ചയായി പരിശീലിക്കുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസമായി മാറും. അതിനുള്ള 6 വഴികളെക്കുറിച്ചാണ് പറയുക. ഒന്നാമത്തെ കാര്യം, ആത്മവിശ്വാസമുള്ള ആളിനറിയാം അയാളുടെ സന്തോഷം ഇരിക്കുന്നത് അയാളുടെ ഉള്ളിലാണ്. പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് തങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളിലാണ്. പണത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, മാനത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, പദവികളിലാണ് സന്തോഷം ഇരിക്കുന്നത്, സൗന്ദര്യത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്, പുറമേയുള്ള ഏതോ നല്ല നല്ല കാര്യങ്ങളിലാണ് സന്തോഷം ഇരിക്കുന്നത് എന്ന് പലപ്പോഴും മനുഷ്യർ തെറ്റായി വിചാരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം സന്തോഷം ഇരിക്കുന്നത് മറ്റേതെങ്കിലും വസ്തുക്കളിലല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലാണ്. ആ സന്തോഷം കണ്ടെത്തുവാൻ ആത്മവിശ്വാസമുള്ള ആളിന് കഴിയും. അയാൾക്കതറിയാം, അത് അയാൾ പിൻപറ്റുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാളുടെ സംസാര രീതി വളരെ രസകരമാണ്. അയാൾ കേൾക്കുന്നത് കൂടുതലും പറയുന്നത് കുറച്ചുമായിരിക്കും. നമുക്ക് ഒരു നാവും 2 ചെവിയുമാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങൾ സംസാരം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മറ്റേയാൾ അതിനെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് കയറി പറയുകയോ പറഞ്ഞത് മുഴിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്ന രീതികളൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. എന്നാൽ ആത്മവിശ്വാസമുള്ളയാൾ കൂടുതൽ കേൾക്കുവാൻ, ശ്രദ്ധയോടെ കേൾക്കുവാൻ, വെറുതെ കേൾക്കുകയല്ല, ശ്രദ്ധിക്കുവാൻ തയ്യാറുള്ള, കേൾവിയും ശ്രദ്ധയും രണ്ടാണ്. ശ്രദ്ധയോടെ ആളാണ് ആത്മവിശ്വാസമുള്ളയാൾ. അയാൾക്കറിയാം അയാൾ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും പ്രധാനമാണ്. കുറച്ചേ പറയുള്ളായിരിക്കും, പക്ഷേ ഏറ്റവും പ്രധാനമാണ് എന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ അയാൾ എപ്പോഴും തയ്യാറായിരിക്കും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാൾ തന്നെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കാറില്ല, മറിച്ച് അടുത്ത ആളുകളെ കൂടുതലായിട്ട് ഉയർത്തുവാൻ അയാൾ ശ്രമിക്കും. കാരണം ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സഹായം കൂടാതെ, നമ്മൾ ടീം വർക്ക് എന്നൊക്കെ പറയുമല്ലോ, മറ്റുള്ളവരുടെ സഹായം കൂടാതെ, മറ്റുള്ളവരുടെ സഹകരണം കൂടാതെ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ തന്നെ ഉയർത്താതെ അടുത്ത ആളുകളുടെ നന്മയെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുവാനും അവരെ ഉയർത്തുവാനും അയാൾ എപ്പോഴും തയ്യാറാണ്. അയാൾ എപ്പോഴും ഒരുക്കമുള്ളയാളാണ്, അയാൾ ആത്മവിശ്വാസമുള്ളയാളാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, അയാൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുവാൻ തയ്യാറ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും നമുക്ക് സഹായം സ്വീകരിക്കാൻ മടിയാണ്. നമ്മൾക്ക് 2 കാരണം കൊണ്ടാണ് മടി. ഒന്ന്, ഈഗോയാണ്. ഞാൻ എങ്ങനെ അയാളുടെ മുമ്പിൽ ചെന്ന് ചോദിക്കും, അയാളുടെ മുമ്പിൽ ചെന്ന് എങ്ങനെ ഞാൻ താഴും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് സഹായം ചോദിക്കാൻ മടിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള തെറ്റായ ചിന്ത. ഞാൻ ഒരാളുടെ സഹായം തേടിയാൽ അയാൾ എന്നെ കുറഞ്ഞവനായിട്ട്, ബലഹീനനായിട്ട്, കഴിവില്ലാത്ത ആളായിട്ട്, കാര്യങ്ങൾ നേരെ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആളായിട്ട് എന്നെക്കുറിച്ച് കരുതുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളിൻ്റെ മുൻപിൽ ചെന്ന് സഹായം ചോദിക്കാൻ മടിയാണ് എന്ന് ഒരുപാട് പേർ ചിന്തിക്കും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ സഹായം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ആത്മവിശ്വാസമുള്ള ആൾക്കറിയാം അടുത്ത ആളിനോട് സഹായം ചോദിച്ചാൽ അവർ വളരുക മാത്രമേ ഉള്ളൂ എന്ന്. ആത്മവിശ്വാസമുള്ളവരുടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ഓടി നടക്കാറില്ല. അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ അത് മറ്റുള്ളവരെ ആകർഷിക്കും. അവർ മറ്റുള്ള ആളിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടാറുമില്ല. അവരുടെ കഴിവുകൾ, അവരുടെ താലന്തുകൾ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും അവരിലേക്ക് എത്തിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ആൾക്ക് അറിയാം. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, ആത്മവിശ്വാസമുള്ളയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ അയാൾ റിസ്ക് എടുക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഏത് കാര്യം എടുത്താലും അയാൾക്കറിയാം ചില കാര്യങ്ങൾ ശരിയാകും, ചില കാര്യങ്ങൾ തെറ്റാകും. ഒരു കാര്യം ശരിയായാൽ അതിൻ്റെ ക്രെഡിറ്റ് അയാൾ ഒറ്റയ്ക്ക് എടുക്കാറില്ല, മറ്റുള്ളവർക്ക് കൂടെ വിതരണം ചെയ്യും. പക്ഷേ അതിലെന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അയാൾ ഏറ്റെടുക്കും. റിസ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കറിയാം റിസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ കുറ്റം മൊത്തം ഒറ്റയ്ക്ക് തലയിൽ ഏറ്റെടുക്കുവാൻ അയാൾ തയ്യാർ. ഇല്ലാത്ത ആളാണെങ്കിൽ ചെയ്യുന്നത്, കുറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ആളിൻ്റെ തലയിൽ ചാരും, അടുത്ത ആളിൻ്റെ ചുമലിൽ ചാരും. അയാൾ കാരണമാണ്, അല്ലെങ്കിൽ അവർ കാരണമാണ്, ഈ സാഹചര്യം കാരണമാണ്, ചുറ്റുപാടുകൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആത്മവിശ്വാസമുള്ള ആൾ പറയും, ഇത് എൻ്റെ തെറ്റാണ്, ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തു, അത് പാളിപ്പോയി. പക്ഷേ അയാൾ വിമർശിക്കുമ്പോൾ ഉടനെ തന്നെ അത് ശരിയാക്കി അയാൾ വീണ്ടും അത് നന്നായിട്ട് ചെയ്യാൻ അയാൾ എപ്പോഴും തയ്യാറായിരിക്കും. ഇതാണ് ആത്മവിശ്വാസമുള്ള ആളിൻ്റെ ലക്ഷണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.